ഞാൻ ജെ.ആർ. കുറുപ്പ് കവിതാ രംഗത്ത് 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. കവിത എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ജീവിതവും കവിതയും തമ്മിൽ ഒരു വേർതിരിവ് എനിക്ക് സാധ്യമല്ല. എന്ന് കവിത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നും എനിക്കറിയത്തില്ല. എല്ലാ ജീവിതാനുഭവങ്ങളെയും കാവ്യാനുഭവങ്ങളായി കാണാനാണ് എപ്പോഴും എൻ്റെ ഉത്സാഹം. അപ്പോൾ പിറന്ന നാടും അതുപോലെ പിറന്ന വീടും അവിടുത്തെ മണ്ണും മനുഷ്യരും എല്ലാം എൻ്റെ ഈ കാവ്യ സംസ്കാരത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം പൊതുവിൽ കവിത ചെറുപ്രായത്തിലെ കവിതയുടെ ഒരു സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അമ്മ ചൊല്ലിത്തന്ന രാമായണ ശീലുകൾ, അതുപോലെ അച്ഛൻ പാടിക്കേട്ടിട്ടുള്ള വടക്കൻ പാട്ടുകൾ, അതൊക്കെ നല്ല കവിതയുടെ ഒരു കേൾവി ചെറുപ്രായത്തിലെ സാധ്യമാക്കി. പിന്നീട് ചെറിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പിന്നെയും കവിതയുടെ ഒരു ലോകം എൻ്റെ മുന്നിൽ തുറക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ കുമാരനാശാൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതമാണ് സ്കൂൾ അന്തരീക്ഷത്തിൽ രാവിലെ മുഴങ്ങിയിരുന്നത്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരചാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും. എത്ര മനോഹരമായ വരികൾ! അതിൻ്റെ ഭംഗിയൊന്നും അക്കാലത്ത് പൂർണ്ണമായ രീതിയിൽ ആസ്വദിച്ചിരുന്നില്ലെങ്കിലും എന്തോ ഇതിൽ കാര്യമുണ്ട് എന്ന് അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നെ സ്കൂൾ അസംബ്ലിയിൽ ചൊല്ലിക്കേട്ട അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അത്തരം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. അപ്പോൾ അതും വളരെ നല്ല കാവ്യസുഖമുള്ള ആശയ ഗാംഭീര്യമുള്ള നല്ലൊരു പ്രാർത്ഥനാ ഗീതമായിരുന്നു അക്കാലങ്ങളിൽ. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ കേട്ട് കവിതയുടെ ഒരു സഞ്ചാര വഴി എങ്ങനെയൊക്കെയാണ് എന്ന് അബോധമായിട്ട് മനസ്സിൽ ചില ചിത്രങ്ങൾ രൂപപ്പെട്ടു വന്നു. പിന്നെ ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് തന്നെ എൻ്റെ ചേച്ചിമാർ പാടിയിരുന്ന കുറച്ച് കവിതാ ശകലങ്ങൾ അവരുടെ ക്ലാസ്സുകളിൽ, അവർക്ക് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോഴെന്തോ ഇത് കവിതയെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്, മനസ്സിനെ പിടിച്ചു വലിക്കുന്നതാണെന്ന് എനിക്ക് ആ ചെറുപ്രായത്തിലെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ കുമാരനാശാൻ്റെ പൂക്കാലം പോലുള്ള കവിതകൾ സഹോദരിമാർ ചൊല്ലി ഞാനിങ്ങനെ കേട്ടു. അത് ഇങ്ങനെ ലയിച്ചിങ്ങനെ ഇരിക്കും. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. അപ്പോൾ അതിൻ്റെ ഒരു താളവും ആ വരികൾ നമുക്ക് തരുന്ന ചിത്രമൊക്കെ അതിഗംഭീരമായിട്ടാണ് നമുക്ക് പിൽക്കാല വായനയിൽ ഒക്കെ തോന്നിയിരുന്നത്. അപ്പോൾ അത് ചെറുപ്രായത്തിലേക്ക് ഇട്ടു. എഴുത്തച്ഛൻ്റെ 24 വൃത്തത്തിൽ കല്യാണരൂപി വനത്തിനു പോവാൻ എന്ന് തുടങ്ങിയ ആ ഭാഗം അന്ന് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരീവാസം എന്തിനു വേണ്ടി എന്ന് സീത ചോദിക്കുന്നതും, വൈദേഹി പോരേണ്ട ബാലേ പൈതാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല എന്നൊക്കെയുള്ള ആ മറുപടിയും, ഇതൊക്കെ കവിതയുടെ ഒരു അനിർവചനീയമായ അനുഭൂതി ചെറു മനസ്സിലേക്ക് വ്യാപിക്കുവാൻ നിമിത്തമായ സംഭവങ്ങളാണ്. അപ്പോൾ വളരെ ചെറു ബാല്യത്തിൽ തന്നെ കവിത എന്താണെന്നും കാവ്യാനുഭവം എന്താണെന്നും ഒക്കെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നീട് കുറച്ചുകൂടെ ക്ലാസ്സുകളിലേക്ക്, അതായത് UP പോലുള്ള സ്കൂളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവിടെയും കവിതയുടെ ഒരു അന്തരീക്ഷമാണ്. അവിടെ അധ്യാപകർക്ക് കുറച്ച് കാവ്യ സംസ്കാരമുള്ളവരാണ്. അവർ ഇപ്പോൾ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു പരമേശ്വരൻ പിള്ള സാറുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ഹിന്ദിയാണ് പഠിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം മലയാളം പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പിൽക്കാലത്ത് തോന്നിയിരുന്നു.
കാരണം അദ്ദേഹം പറയുമ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഈ ചങ്ങമ്പുഴയെയും വള്ളത്തോളിനെയൊക്കെ അവരുടെയൊക്കെ വരികൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു വേറൊരു കാവ്യലോകം തുറന്നു തരുന്ന അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നാടിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു ഉൾനാടൻ ഗ്രാമം കമുകുഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ പിറന്നത്. അപ്പോൾ അത് കല്ലടയാറ് ഒഴുകുന്ന ഒരു സ്ഥലമാണ്. കല്ലടയാറ് ഈ ഗ്രാമത്തെ രണ്ടായിട്ട് പകുക്കുന്നു. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഒരു വലിയ കാവ്, ഏക്കർ കണക്കിന് ഭൂമിയിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ കാവ്, സർപ്പക്കാവാണ്. അപ്പോൾ ഈ പ്രകൃതി, മലകൾ, താഴ്വരകൾ, മരങ്ങൾ, ഇങ്ങനെ എല്ലാ രീതിയിലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അതുപോലെ അധ്വാനശീലരായ മനുഷ്യർ, അവരുടെ ജീവിത തത്രപ്പാടുകൾ, ഇതെല്ലാം കണ്ട് വളർന്ന ഒരു ബാല്യം. അപ്പോൾ ഇതിലെല്ലാം ഞാൻ തേടിയിരുന്ന കവിതയാണ്. കവിതയെന്ന് പറയുന്നത് ഈ വാക്കൽ മാത്രമല്ല, മറ്റ് അനുഭവങ്ങളിലും കവിത ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ്. അത് ചെറുപ്രായത്തിൽ നമുക്ക് സംഭവിച്ചില്ല, പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഈ ഒരു ഇൻട്രാക്ഷനിൽ പോലും ഒരു കാവ്യാംശം ചേർത്ത് വെക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ കുട്ടിക്കാലത്ത് ഇതുപോലെ കണ്ട ഗ്രാമീണ പ്രകൃതിയും മനുഷ്യരും അവരുടെ ജീവിത ദുരിതങ്ങളും ഒക്കെ കവിതയുടെ ഒരു അടിത്തറ, കവിതയുടെ ഒരു സഞ്ചാര വഴി നമ്മളെ ഇങ്ങനെ ക്രമേണ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബാലരമ പോലുള്ള ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ കയ്യിലെത്തുകയും അതിൽ ചില കവിതകളൊക്കെ വായിക്കുകയും ചെയ്തു. അപ്പോൾ ആ കവിതകൾ ഇപ്പോൾ അക്കാലത്ത് ഞാൻ വായിച്ച ബാലരമയിലെ ഈ സുഗതകുമാരിയുടെ, നമ്മളെ വളരെ പ്രശസ്തയായ സുഗതകുമാരി, അവരത്രയും പ്രശസ്തയാണെന്നൊന്നും അന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരുടെ ചില കുട്ടിക്കവിതകളൊക്കെ ഇങ്ങനെ ബാലരമയിൽ വരുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതാദരത്തോട് ആ വരികളൊക്കെ വായിച്ചിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ കല്ലടയാറിൻ്റെ തീരത്ത് മുളങ്കാടുകൾക്ക് അടുത്ത് ചെന്ന് ആ ഒരു പ്രകൃതി, ആ സുന്ദര പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടാണ് ഈ കവിതാ വരികൾ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് വായിച്ചപ്പോഴൊക്കെ അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഇതുപോലൊക്കെ 4 വരികൾ എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാസ്മരികത, ആ വാക്ക് നമുക്ക് തരുന്ന ആ അനുഭൂതി, അപ്പോൾ അതിലൊക്കെ ഞാൻ അത്ഭുതം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, അപ്പോൾ എഴുത്തിന് മുൻപുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അത് വായനയുടെയും കേൾവിയുടെയും ഒക്കെ ഒരു വഴിയിലൂടെയാണ് കവിത അന്ന് എൻ്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ പിന്നീട് കൗമാരത്തിലേക്ക് കടക്കുകയും കവിത നമ്മളെ നേരിട്ട് സ്പർശിക്കുകയും ചെയ്തു. പാബ്ലോ നെരൂദ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. പോയട്രി എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കവിത എങ്ങനെ അദ്ദേഹത്തിലെത്തി എന്നുള്ള അതിൻ്റെ ഒരു വെളിപാട് അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന കവിതയിൽ കാണുന്നുണ്ട്. അത് നിശബ്ദതയിൽ നിന്ന് വന്നതായിരുന്നില്ല, വാക്കായിട്ടോ ചിത്രങ്ങളായിട്ടോ ഒന്നും വന്നതായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് തെരുവിൻ്റെ ശബ്ദമായിട്ട്, അതുപോലെ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്, മരങ്ങളുടെ ചില്ലകളിൽ നിന്ന് തെരുവിൽ കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ആ ഒരു ശബ്ദമായിട്ടും ഒക്കെ പോയട്രി ടച്ച്ഡ് മീ. അപ്പോൾ കവിത അദ്ദേഹത്തെ സ്പർശിച്ചെന്നാണ് പറയുന്നത്. ആ ഒരു മൊമെൻ്റ്, കവിത ആദ്യം എങ്ങനെ എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു, പക്ഷേ ഏതോ ഒരു നിമിഷം കവിത അദ്ദേഹത്തെ സ്പർശിക്കുന്നു. ആ ഒരു മൊമെൻ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുണ്ടാക്കിയ മാറ്റം അതിൻ്റെ തുടർ വരികളിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ കവിത തന്നെ സ്പർശിച്ചപ്പോൾ തനിക്ക് ലോകമെല്ലാം തുറന്നു കിട്ടുന്നത് പോലെയാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്നതായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു അതിരഴ വാതിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുറക്കുന്നതായിട്ടും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ ശരിയായ രീതിയിൽ കാവ്യാന്വേഷണം നടത്തുന്നവർക്കൊക്കെ ഒരുപക്ഷെ ഇത്തരം അനുഭവം ആദ്യ വരിയുടെ എഴുത്തിലുണ്ടാവും. അപ്പോൾ എൻ്റെ ആദ്യ വരി, എൻ്റെ പരിശ്രമം എന്ന് പറയുന്നത്, ഞാൻ ഒരു മരണദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു ശവം, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അതിനെക്കുറിച്ച് ആ ഒരു ചിന്ത, ആ ഒരു മരണമൊക്കെ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ദുഃഖം. പിന്നെ അക്കാലത്ത് ഇതുപോലെ ബോഡി മറവ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്, അതുപോലെ ദഹിപ്പിക്കുകയല്ല.
അപ്പോൾ ഇങ്ങനെ വലിയൊരു കുഴിയൊക്കെ എടുത്ത് ഈ മനുഷ്യനെ മക്കളും മറ്റ് ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഇങ്ങനെ കുഴിയിലേക്ക് ഇറക്കുന്ന ആ രംഗമൊക്കെ കണ്ട് എനിക്ക് സാധാരണമല്ലാത്ത ഒരു വിഷമം, സങ്കടം. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ നോട്ട്ബുക്കിൽ നിന്നൊരു പേജ് കീറി അതിനെക്കുറിച്ച് ആ ഒരു സങ്കടം, അതിൻ്റെ വരികളൊന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും അത് കവിതയുടെ ആദ്യത്തെ അനുഭവമായിരുന്നു, വാക്ക് എന്നിലേക്ക് കടന്നു വരുന്ന അനുഭവം. അത് അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്, തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ അത് ഈ നിരൂത പറഞ്ഞതുപോലെ എന്തൊക്കെയോ നമുക്ക് സമ്മാനിച്ചു, നമ്മൾ കാണാത്ത ചില വഴികൾ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കവിതാ സഞ്ചാരമാണ് അവിടെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാവ്യാന്വേഷണങ്ങളുടെ പല പല തലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. കവിതയെന്ന് പറയുന്ന യഥാർത്ഥ കവിത എന്ത്, അതിൻ്റെ ഒരു അന്വേഷണമാണ് ഈ ഒരു പ്രായത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ കാവ്യാന്വേഷണമാണ്. കവിതയെന്ന് പറയുന്ന സാഹിത്യത്തിലെ ഏറ്റവും കനപ്പെട്ട ഒരു രൂപമാണ്. സാഹിത്യത്തിന് പലതരം രൂപങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ നാടകങ്ങളും നോവലുകളും ചെറുകഥകളും ലേഖനങ്ങളും ആത്മകഥകളും ജീവചരിത്രക്കുറിപ്പുകളും സഞ്ചാര എഴുത്തുകളും ഒക്കെയുള്ള വളരെ വിപുലമാണ് സാഹിത്യം. അപ്പോൾ ആ സാഹിത്യത്തിൽ ആദിമമായിട്ടുള്ളതും ഏറ്റവും കനപ്പെട്ടതുമായിട്ടുള്ളതാണ് കവിത. കവിതയ്ക്ക് ഒരിക്കലും അതിൻ്റെ പുതുമ നശിക്കുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം എഴുതിയ സാഹിത്യ കൃതികൾ നമ്മൾ വായിക്കുന്നു. ഹോമറിൻ്റെ ഇലിയഡും ഒഡീസയും അതുപോലെ രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കവിതാതലം, ആ കൃതികളിലുള്ള കവിതാതലമാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. എത്ര തവണ നമ്മൾ വായിച്ചാലും അതൊരിക്കലും നമ്മൾ ചെടിപ്പുണ്ടാക്കുന്നില്ല. നമുക്ക് ഇതൊരു പഴയ സാധനമാണ്, ഇതിനി വായിക്കേണ്ട എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനെ എന്നും പല തലങ്ങളിലുള്ള അർത്ഥങ്ങളിലേക്ക് അത്തരം കൃതികൾ കൊണ്ടുപോകും. എഴുത്തച്ഛൻ്റെ കൃതികളൊക്കെ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നു. പൂന്താനത്തെ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നു. മഹാകവി കുമാരനാശാനെ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ കവിത, അവരുടെ രചനയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കവിതയുടെ തലം അത് വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കാലത്തെ അതിജീവിക്കുന്നത്. നമ്മുടെ പല എഴുത്തുകളും സമകാലികമായിട്ടുള്ള എഴുത്തുകളിൽ പലതും വളരെ നിലവാര താഴ്ചയിലേക്ക് പോകുന്നത് വേണ്ടത്ര കാവ്യസിദ്ധി ഇല്ലാതെ, കവിതാംശം രചനയിൽ കൊണ്ടുവരാൻ കെൽപ്പില്ലാത്ത പലരും ഈ രംഗത്ത് കുറച്ച് ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു സാഹിത്യത്തിൻ്റെ യഥാർത്ഥ സാഹിത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നല്ല സാഹിത്യങ്ങളുമായിട്ട് പരിചയിക്കുമ്പോൾ കുറച്ചുകൂടെ അവരുടെ തന്നെ രചനകൾ മികച്ചതാക്കാം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഔദ്യോഗിക മേഖലയിൽ ഇരിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ ആയിട്ട് വന്നു. ഒരു 10 പുസ്തകങ്ങളുമായിട്ട് അദ്ദേഹം വന്ന്. ഞാനന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ ഒരു 5 പുസ്തകങ്ങൾ ഞാനിവിടെ തരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ പുസ്തകങ്ങൾ നേരിട്ട് വാങ്ങിക്കത്തില്ല, ഇവിടെ പുസ്തകങ്ങൾ സബ്മിറ്റ് ചെയ്യണം, ഇവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്, അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റി വഴി ഈ പുസ്തകങ്ങൾ എടുക്കാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമം വന്നു. അപ്പം ഞാൻ ഈ എഴുത്തുകാരൻ കവി ആയതുകൊണ്ട്, കവിതാ പുസ്തകമാണ്, അപ്പോൾ കവി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നേരത്തെ മുതലേ കവിതയൊക്കെ എഴുതുന്ന ആളാണോ, എങ്ങനെയാണ്? ഉടനെ അദ്ദേഹത്തിന് കുറച്ച് അന്ന് തന്നെ ഒരു 10-60 വയസ്സോളം ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കവിതയൊന്നും നേരത്തെ ഒന്നും എഴുതിയിരുന്നില്ല, ഞാൻ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം നിരന്തരം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു 4-5 കവിതകൾ കാണും. അപ്പോൾ ആ കവിതകളൊക്കെ അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ട്, ഇതുപോലെ എനിക്കും കവിത എഴുതാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനൊരു തോന്നലുണ്ടാകുകയും അദ്ദേഹം ഒരാഴ്ച കൊണ്ട് 45-ൽ പരം കവിതകൾ എഴുതുകയും അതെല്ലാം കൊണ്ട് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും എന്നിട്ട് ഈ കവിതാ പുസ്തകവുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പോൾ കവിതയെ എത്ര ലാഘവത്തോടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടി ഞാനൊന്ന് വായിച്ചു നോക്കി, അതിൻ്റെ 1-2 കവിതകളൊക്കെ നോക്കി,
അപ്പോൾ തീർച്ചയായും അദ്ദേഹം ആ ഒരു ഗൗരവ ചിന്തയില്ലാതെ കവിതയെ സമീപിച്ചിരിക്കുകയാണ്. കാലത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഒന്ന് കവിക്ക് ആ ഒരു സിദ്ധി ഉണ്ടായിരിക്കണം. എഴുതാൻ കവിക്ക് സിദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാനൊക്കൂ. അപ്പോൾ അത്തരം സിദ്ധി ഇല്ലാതെ ഒരു മറ്റു പല ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമീപനം കവിതയ്ക്ക് ഒരു കാലത്തും ഗുണം ചെയ്യില്ല.